അശോകനെ കൊന്ന ആൾ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. ശരീരത്തിലും നെറ്റിയിലും ചുറ്റി കൊണ്ടോ മറ്റെന്തോ വസ്തു കൊണ്ടോ അടിച്ച പാടുകളുണ്ട്. ഒരു വ്യത്യാസം മാത്രം, ആദ്യത്തെ കൊലയേക്കാളും ഇൻറ്റൻസിറ്റി കൂടുതലാണ്, മുറിവുകളും കൂടുതലാണ്. എന്തായാലും കില്ലർ ശരിക്കും ആസ്വദിച്ച് സമയമെടുത്താ ഇത് ചെയ്തിരിക്കുന്നത്. ഉജ്ജ്വല, അന്തിക്കരോടും പുറത്തല്ലേ, ഇനി അവനാണ് ഇതും ചെയ്തേ? അവനല്ല. അശോകേട്ടനും ദിവാകരേട്ടനും ഈ നാട്ടുകാരാണെങ്കിലും അവർ തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വ്യക്തിവൈരാഗ്യം കൊണ്ട് നടന്ന കൊലപാതകങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രാത്രിയിൽ ഒറ്റയ്ക്ക് കിട്ടുന്ന ആളുകളെ മൃഗീയമായി കൊല്ലുന്നൊരു കൊലയാളിയാണ് ഈ നാട്ടിലുള്ളത്. അതൊരു സീരിയൽ കില്ലറാവും.